ന്യൂയോർക്കിൽ സുവിശേഷം പ്രഘോഷിച്ച വയോധികനായ വചനപ്രഘോഷകന് ക്രൂരമർദ്ദനം. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിന് സമീപം ന്യൂയോർക്ക് സിറ്റി ട്രെയിനിൽ വെച്ച് ഭിന്നലിംഗക്കാരിയായ സ്ത്രീയാണ് ഹൈഹീൽ ചെരുപ്പ് ഉപയോഗിച്ച് വൃദ്ധനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ തലപൊട്ടി ചോരയൊഴുകി നിൽക്കുന്ന 79-കാരൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി. ദൈവവചനം പ്രഘോഷിക്കുന്നത് തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൃദയഭേദകമായ കാഴ്ചയെന്നാണ് പലരും സംഭവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആരെയും മുറിവേൽപ്പിക്കുന്ന ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നാണ് സംഭവത്തിന് സാക്ഷ്യം വഹിച്ച വ്യക്തി പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. മുറിവേറ്റ് ചോര പൊടിയുമ്പോഴും അദ്ദേഹം യേശുവിന് നന്ദി പറയുന്നതും വീഡിയോയിൽ കാണാം. വൃദ്ധനായ ആ മനുഷ്യൻ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുകയും ദൈവവചനം പങ്കുവയ്ക്കുകയുമായിരുന്നു ചെയ്തത്. ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലോ ഉച്ചത്തിലോ അല്ലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ലഭിച്ചത് ഹീലുള്ള ചെരുപ്പ് കൊണ്ടുള്ള മർദ്ദനമായിരുന്നു. അദ്ദേഹത്തിന്റെ ബൈബിൾ വലിച്ചെറിയുകയും ചെയ്തു. അതേസമയം അക്രമം നടത്തിയ സ്ത്രീക്ക് വേണ്ടിയുള്ള അന്വേഷണം ന്യൂയോർക്ക് പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനു മുൻപും ന്യൂയോർക്കിൽ സുവിശേഷ പ്രഘോഷകർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.